യെസ്, ഇപ്പോൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് തന്നെ മീഡിയ വണിനൊപ്പം തത്സമയം ചേരുകയാണ്. സാന്ദ്ര, ഇങ്ങനെയൊരു വധഭീഷണി ഉണ്ടാകുന്നു, അതിനുശേഷം പോലീസിൽ പരാതി നൽകുന്നു, കാര്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഇതിപ്പോൾ വിവാദമായതിന് പിന്നാലെ റെനി ജോസഫിനെതിരെ സംഘടന നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് സാന്ദ്ര? സംഘടനാ നടപടി എന്ന് പറയുന്നത് ഇതൊരു കണ്ണിപ്പൊടിയിടാനായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. കാര്യം ഈ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം ഗുരുതരമായ ആരോപണമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമായ ഒരു സന്ദേശമാണ് അയാൾ തന്നേന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പം ഈ റെനി ജോസഫിനെയും മുകേഷ് തൃപ്പൂണിത്തുറേനെയും സസ്പെൻഡ് ചെയ്തേക്കുന്നു എന്നുള്ളത്. ഇത്രയും നാളും ഇത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ എല്ലാം ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഇരുന്നപ്പോൾ ശ്രീ ഷിബു കുട്ടിമൂട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കേട്ടതാണ്, ഞങ്ങളെല്ലാവരും അന്ന് തന്നെ കണ്ടതാണ്, കേട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും നാളും അവരതിനൊരു നടപടി എടുത്തില്ല? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വായിക്കാമെന്നല്ലോ, അതുപോലും ചെയ്തില്ലല്ലോ. അപ്പൊ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്ത ആൾക്കാരെ ഒരു വാർണിംഗ് പോലും കൊടുക്കാതിരുന്ന ഫെഫ്ക ഇപ്പോ എന്തിനു നടപടി എടുത്ത് വെറുതെ കണ്ണിപ്പൊടിയിടലല്ലേ ചെയ്തത്? വിശദീകരണത്തിൽ പറയുന്നത് മദ്യലഹരിയിലാണ് റെനി ഇങ്ങനെയൊരു വധഭീഷണി നടത്തിയിട്ടുള്ളത് എന്നാണ്. ആ ഒരു വിശദീകരണത്തെ എങ്ങനെയാണ് കാണുന്നത്? അത് ഇനിയിപ്പോൾ പുള്ളി ഒരു സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരുമായിരിക്കും, പുള്ളിക്ക് മാനസിക നില ശരിയല്ല എന്നുള്ളതിന്. ഇതൊക്കെ ഈസി ആയിട്ട് തടി തപ്പാനായിട്ടുള്ള ഓരോ മാർഗങ്ങളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കള്ളു കുടിച്ചു കഴിഞ്ഞ് എന്തും പറയുന്നതിനുള്ളൊരു ലൈസൻസ് ഉണ്ടോ? മാത്രമല്ല, ആ മദ്യലഹരിയിൽ അയാൾ എന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ അതിന് ആര് സമാധാനം പറഞ്ഞേനെ? അപ്പോൾ അതൊന്നും ഈ പറയുന്ന ന്യായങ്ങളൊന്നും അംഗീകരിക്കാവുന്ന കാര്യങ്ങളല്ല. മദ്യലഹരിയിൽ ഒരാൾക്ക് ആരെയും വിളിച്ച് എന്ത് വേണമെങ്കിലും പറയാവോ? അതും ഞാനൊരു പ്രൊഡ്യൂസറാണ്, ഒരു നിർമ്മാതാവാണ്. എൻ്റെ അച്ഛനും ഒരു പ്രൊഡ്യൂസറാണ്, 2 സിനിമകൾ ചെയ്തിട്ടുള്ള നിർമ്മാതാവാണ് എൻ്റെ അച്ഛനും. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും വളരെ മോശമായിട്ട് പറയുകയും ഇതൊക്കെ ചെയ്തിട്ട് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ യൂണിയനിൽ ഇങ്ങനെ ഇതിട്ടിട്ട് അതിനകത്ത് ചർച്ച നടക്കുകയാണ് ഉണ്ടായത്. ആ ചർച്ചയുടെ ബാക്കി വിവരങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഞാൻ എല്ലാം കൂടെ പുറത്തേക്ക് വിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇത് മാത്രം തന്നത്. അതല്ലാതെ അവരതിനകത്ത് ഒരു നടപടി എടുത്തില്ല. മാത്രമല്ല, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു അതിൽ നിന്ന് അവിടെ ഉണ്ടായ ഒരു ചർച്ച എന്ന് പറയുന്നത്. യെസ്, ഇവിടെ ഫെഫ്കയുടെ വിശദീകരണത്തിൽ പറയുന്ന മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇയാൾ മുൻപും നേതൃത്വത്തിലെ പലരെയും അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള പരാതിയൊക്കെ ലഭിച്ചിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, എന്തുകൊണ്ട് അപ്പോൾ മുൻപൊന്നും നടപടി ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇയാളെ സംരക്ഷിച്ചു വന്നു എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടല്ലോ. ഫെഫ്ക അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അത്. ഇപ്പം തന്നെ നോക്കൂ എത്ര ഈ കേസുകളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഫെഫ്ക മെമ്പേഴ്സ് അല്ലേ. ഇപ്പം നടിയെ ആക്രമിച്ച കേസ് മുതൽ എടുത്തു നോക്കിക്കോളൂ, എല്ലാ കേസുകളിലും. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരു മേക്കപ്പ് മാനെ അറസ്റ്റ് ചെയ്തില്ലേ? അദ്ദേഹം നമ്മുടെ മെഗാസ്റ്റാറിന്റെ മേക്കപ്പ് മാൻ്റെ അനിയനാണ്. അപ്പൊ അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ ഫെഫ്ക മെമ്പേഴ്സാണ്. അപ്പൊ ഇതൊന്നും ഫെഫ്ക അറിയുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. യെസ്, എന്തായാലും സാന്ദ്ര, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വധഭീഷണിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് സാന്ദ്ര തോമസിന് മുൻപ് നടത്തിയ പ്രതികരണമായിരുന്നു. ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ നടത്തിയ പ്രതികരണം, അന്ന് പറഞ്ഞ അതേ കാര്യങ്ങളിൽ ഇപ്പോഴും സാന്ദ്ര ഉറച്ചു നിൽക്കുകയാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ അനുഭവമാണ്. ഞാൻ ഇത്രയും നാൾ സിനിമ ചെയ്ത ഞാൻ 1-2 സിനിമ ചെയ്ത ഒരു നിർമ്മാതാവല്ല. ഞാൻ 15 വർഷമായിട്ട് ഇവിടെ സിനിമ ചെയ്യുന്ന, സ്റ്റേറ്റ് അവാർഡും ക്രിട്ടിക്സ് അവാർഡും വരെ കിട്ടിയിട്ടുള്ളൊരു നിർമ്മാതാവും കൂടെയാണ്. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞത്. ഞാൻ എത്രയോ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്നു. അതിൽ 1-2 പേര് മാത്രമാണ് വളരെ ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇതിനകത്ത് ജെന്യൂനായിട്ട് വർക്ക് ചെയ്യുന്നവരില്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. ഉണ്ട്. ഇപ്പം രാജൻ ഫിലിപ്പ്, എൻ്റെ ഇടയ്ക്കാട് ബറ്റാലിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഇല്ല എന്നല്ല. പക്ഷെ ഭൂരിഭാഗം ആളുകളും ഒരു നിർമ്മാതാവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അദ്ദേഹത്തെ പറ്റിച്ച് അടുത്ത സിനിമ നിർമ്മിക്കാം എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഒരു നിർമ്മാതാവിനെ സമീപിക്കുന്നത്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടല്ലോ നമുക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും നിങ്ങൾക്ക് കാണാം, ഇത് കഴിയുമ്പം അടുത്ത സിനിമ നിർമ്മിക്കുന്നവരായിരിക്കും.
വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർ സിനിമ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും സിനിമ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവണം, സിനിമ ചെയ്യണം. പക്ഷെ ഒരു വ്യക്തിയെ ഇല്ലാണ്ടാക്കി അവരെ കൊന്നു കുഴിച്ചു മൂടിയിട്ടല്ല അവരുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് അപ്പം തെറ്റായ കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു, അത് ശരിയാണ്. ആ പറഞ്ഞ നിലപാടിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അല്ല, അന്ന് ആ പറഞ്ഞതിന് പിന്നാലെ, ആ തുറന്നു പറച്ചിലിന് പിന്നാലെ ഇപ്പോൾ റെനി ജോസഫ് നടത്തിയ വധഭീഷണി അല്ലാതെ തന്നെ മറ്റ് ഏതെങ്കിലും കോണുകളിൽ നിന്ന് ഇതുപോലെയുള്ള ഭീഷണി സന്ദേശങ്ങൾ സാന്ദ്രയ്ക്ക് ലഭിച്ചിരുന്നു? ഉണ്ടായിരുന്നു, പലരും വിളിച്ചിരുന്നു, ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഇപ്പം എൻ്റെ ഫോണിൽ കോൾ റെക്കോർഡിംഗ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കോളുകളും ഇതിപ്പോൾ ഞാൻ വിട്ടത് എന്നെ വിളിച്ചതിൻ്റെ അല്ലല്ലോ, ഇത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിൻ്റെ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട വോയിസ് മെസ്സേജാണ് ഇട്ടത്. അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരും വിളിച്ച് പലരും ആദ്യം ദേഷ്യത്തോടെയൊക്കെ സംസാരിക്കുമെങ്കിലും അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരും പിന്നെ ശരിയാണ് മാഡത്തിൻ്റെ അനുഭവം ശരിയാണ്, അതിനോട് ഞാൻ യോജിക്കുന്നു, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, എല്ലാവരും അങ്ങനെയല്ല, കുറച്ചു പേര് അങ്ങനെയാണ്, കുറച്ചു പേരെന്നല്ല ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ മാറ്റങ്ങൾ വരണം, ഈ തസ്തികയിൽ മാറ്റം വരണം, ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്രൊഡക്ഷൻ കൺട്രോളിങ് അല്ല അവരതിനകത്ത് ചെയ്യുന്നത്, ആർട്ടിസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ പോലും സിനിമയുടെ ബഡ്ജറ്റ് വളരെ വലുതായിട്ട് കൂടിയതിനൊക്കെ ഇവരൊരു വലിയ പ്രധാന കാരണമാണ്. പല ആർട്ടിസ്റ്റുകളെയും ഇവർ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് ആ ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം സിനിമയില്ലാതെ അവർ ഒരു മൂലയിലിരിക്കുന്ന അവസ്ഥയാണ്. അതിനൊക്കെ കാരണക്കാർ ഇവരാണ്. അപ്പോൾ അതൊക്കെ സിനിമയുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാണ്ടാക്കുന്ന അവസ്ഥയാണ്. യെസ്, ഇവിടെ സാന്ദ്ര, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ എപ്പോഴും പലരും തുറന്നു പറയുമ്പോൾ അത് വലിയ വിവാദമാകാറുണ്ട്, ചർച്ചയാകാറുണ്ട്. ഇവിടെ സാന്ദ്ര പറഞ്ഞ കാര്യം കൂടി അത് വലിയ വിവാദമാകുന്നു, പലരുടെയും അതൃപ്തിക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഇത്തരം തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോൾ ഇതുപോലെയുള്ള വധഭീഷണി നേരിടേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നടക്കം മാറ്റി നിർത്തിപ്പെടേണ്ട അവസ്ഥ, അതിന് ഏത് ഫീൽഡ് ആയാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നാണോ സാന്ദ്രയ്ക്ക് പറയാനുള്ളത്? അതെ, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ കേസും അല്ലെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് വന്ന് പറയുന്നത് വഴി ഒരു നീതിയും ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പകരം നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യപ്പെടുകയുള്ളൂ. നമ്മളിങ്ങനെ പല കോണുകൾ, ഞാനിപ്പോൾ ധൈര്യത്തോടെ വന്ന് പറയുന്നുവെങ്കിലും എനിക്ക് ചുറ്റും എന്നെ പല രീതിയിലും എന്നെ തളർത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എത്ര നാൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും? എത്ര നാള് എല്ലാവരെ കൊണ്ടും ഇത് സാധിക്കുമോ? ഇല്ല. ഞാൻ പോലും പലപ്പോഴും തളർന്നു പോവുകയാണ്. ഇപ്പൊ ഈ മെസ്സേജും ഈ കോൾസ് ഒക്കെ വന്ന സമയത്ത് എനിക്കിത് മുന്നോട്ട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. എനിക്ക് ആദ്യം ഒരുപാട് വിഷമവും, എന്ത് മറ്റുള്ളവർ കേട്ടാൽ എന്ത് വിചാരിക്കും, എന്ത് നാണക്കേടാണ്, എന്തൊരു വൃത്തികേടാണ് ഇയാൾ പറയുന്നത്, ഒരാളെ കേൾപ്പിക്കാൻ പോലും കൊള്ളൂല. അപ്പം എന്ത് ചെയ്യണ്ടേന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം മറ്റുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് തന്നെയാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളാരും മുന്നോട്ട് വരുന്നില്ല, കേസുമായി മുന്നോട്ട് വരുന്നില്ല എന്നെല്ലാവരും പറയുന്നു. എങ്ങനെ വരും ഇങ്ങനെ ഒരു സ്ഥലത്ത്? എങ്ങനെയാണ് കേസുമായിട്ട് മുന്നോട്ട് വരുന്നത്? പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇപ്പം ഞാൻ ഇവരെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. അതല്ലാതെ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്ത്രീകൾ എങ്ങനെയാണ് മുന്നോട്ട് വന്ന് അവരുടെ വിഷമം അവർ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ അവർക്ക് നിൽക്കക്കള്ളിയില്ല. ഇനി എൻ്റെ അപേക്ഷ ഒരു കാരണവശാലും നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന് തന്നെയാണ്. കാര്യം വധഭീഷണി മുതൽ എല്ലാ രീതിയിലും നിങ്ങളെ തളർത്താനും ഒതുക്കാനുമുള്ള ശ്രമങ്ങൾ 4 ഭാഗത്തു നിന്നുണ്ട്. ഇപ്പം എനിക്കാകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പം ജനങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോടതിയിലും സത്യമേ ജയിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവസാനം ഈ വോയിസ് മെസ്സേജ്. കാര്യം ഈ കഴിഞ്ഞ ദിവസവും ഈ മാനനഷ്ട കേസ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് യൂണിയൻ കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചിരുന്നു. എന്തായി കേസ്, എന്തായി, എവിടം വരെ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ തിരക്കായി പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് നോക്കാൻ പറ്റിയില്ല കേസെന്ന്. ഇത്രയും ഗുരുതരമായ ഒരു വധഭീഷണി വന്നിട്ട് പോലീസുകാർക്ക് തിരക്കായി പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, ഈ സമയം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്ന ആര് സമാധാനം